Hi guys, this video is completely for CA interest students. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിലെ പതിനാറാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ബിഫോർ ഇന്നലെ നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 19 ചെയ്തിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് കാണുന്നുണ്ട്. സോ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. സോ ഈസ് എനിബഡി അത് ഓൾറെഡി കണ്ടതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 90 കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആൻഡ് വൺ മോർ തിങ്, സോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒരു അറ്റൻഡൻസ് വെക്കുക. ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ ഹാൻഡ് റൈസ് വെക്കുക. സോ ഇറ്റ് വിൽ മോട്ടിവേറ്റ് മീ. ഓക്കെ, സോ ഇപ്പം എന്ത് ചെയ്യാം, നിങ്ങൾ അറ്റൻഡൻസ് നോക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 90 നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 60 ആണ്. സോ 1 minute ഗൈസ്. ഓക്കെ, സോ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, so an Indian soft drink company is planning to establish a subsidiary company in Bhutan to produce mineral water ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂട്ടാനിൽ എന്ത് ചെയ്യുന്നു, ഒരു സബ്സിഡറി കമ്പനി ഉണ്ടാക്കുകയാണ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ എക്സാക്റ്റ് ലാംഗ്വേജ് നമ്മുടെ മലയാളത്തിൽ തന്നെ നമ്മൾ അത് പറഞ്ഞു നോക്കുക. സോ അതൊരു കഥയായിട്ട് നമുക്ക് വരും. സോ ബേസ്ഡ് ഓൺ ദ എസ്റ്റിമേറ്റഡ് ആനുവൽ സെയിൽസ് ഓഫ് ദി 40,000 ബോട്ടിൽസ് ഓഫ് ദി മിനറൽ വാട്ടർ, അതായത് 40,000 ബോട്ടിൽസ് മിനറൽ വാട്ടറിൻ്റെ 40,000 ബോട്ടിൽസ് ആണ് അവർ ആനുവൽ സെയിൽസ് സ്റ്റാൻഡേർഡ് ചെയ്തിരിക്കുന്നത് 40,000 ബോട്ടിൽസാണ് ആനുവൽ സെയിൽസ്. അതായത് ഈ വർഷം നമ്മൾ വിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, സോ അതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ ദ കോസ്റ്റ് സ്റ്റഡീസ് പ്രൊഡ്യൂസ്ഡ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റ്സ് ഫോർ ഭൂട്ടാൻ സബ്സിഡറി തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു 40,000 ബോട്ടിൽസിന് വരുന്ന നമുക്ക് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ്, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആനുവൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ആനുവൽ കോസ്റ്റ് വിച്ച് ഈസ് വേരിയബിൾ. ടോട്ടൽ ആനുവൽ കോസ്റ്റിൽ വേരിയബിൾ പോർഷൻ എത്രയാണ്, വേരിയബിൾ പോർഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് പറയുന്നത്. ആര് ക്ലിയർ വിത്ത് ദിസ്? അതായത് അതായത് എത്രയാണ് നമുക്ക് വേരിയബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം നമുക്കിപ്പം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ നമുക്ക് 100% നമുക്ക് എന്താണ് 100% വേരിയബിളാണ്. അതായത് ഫിക്സ്ഡ് എന്ന് പറയുന്നത് നമുക്ക് 0% ആണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫിക്സ്ഡ് പോർഷൻ എന്ന് പറയുന്നത്. ദെൻ ലേബർ ആണെങ്കിൽ നമുക്ക് 80% ആണ്. 80% ആണെങ്കിൽ 80% വേരിയബിൾ ആണെങ്കിൽ 20% വിൽ ബി ഫിക്സ്ഡ് ആയിരിക്കും. 20% വിൽ ബി ഫിക്സ്ഡ്. ദെൻ ഫാക്ടറി ഓവർ ഹെഡ് ആണെങ്കിൽ നമുക്ക് 60% ആണ്. അപ്പോൾ അങ്ങനെ 40% വിൽ ബി ഫിക്സ്ഡ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് 40,000 നമുക്ക് 35% ആണ്. സോ 35% ആണെങ്കിൽ 65%, 100 മൈനസ് 35, 65% നമുക്ക് പിന്നെ ഫിക്സ്ഡ് ആയിരിക്കും. സോ ദ നെക്സ്റ്റ് ഫർദർ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ, so the Bhutanese production will be sold by manufacturers representative, so who will receive commission of 88% of the total selling price. സോ അതായത് നമ്മളിപ്പോൾ ഭൂട്ടാനീസ് അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കി. സോ അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ, ആ ബോട്ടിൽസ് സെയിൽ ചെയ്യുന്നത് ദർ വിൽ ബി ദ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലേ, മാനുഫാക്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് വിൽക്കുന്നത്. സോ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ പ്രൈസിൻ്റെ 8% നമ്മൾ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. സെയിൽ പ്രൈസിൻ്റെ 8% നമ്മൾ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് കോസ്റ്റാണ്? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് കാറ്റഗറിയാണ്? നമുക്ക് വേരിയബിൾ ആണോ ഫിക്സ്ഡ് ആണോ? സോ ഇറ്റ് വിൽ ബി വേരിയബിൾ ആയിരിക്കും. ഓക്കെ, സോ നോ പോർഷൻ ഓഫ് ദി ഇന്ത്യൻ ഓഫീസ് എക്സ്പെൻസീസ് ടു ബി അലോക്കേറ്റഡ് ടു ദ ഭൂട്ടാൻ സബ്സിഡറി. നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് വേണ്ട. സോ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആവശ്യത്തിന് നമുക്ക് ആ ലൈൻ വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭൂട്ടാനി സബ്സിഡിയിലേക്ക് നമ്മൾ ഇന്ത്യൻ കമ്പനീൻ്റെ എക്സ്പെൻസ് ഒന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ്. സോ നമുക്ക് ആവശ്യമില്ല.
സോ യു ആർ റിക്വയർഡ് ടു നമുക്ക് റിക്വയർമെൻറ്റ് എന്താ നോക്കാം. സോ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ സോ കമ്പ്യൂട്ടർ ദ സെയിൽ പ്രൈസ് പെർ ബോട്ടിൽ. സെയിൽ പ്രൈസ് പെർ ബോട്ടിൽ ഒരു ബോട്ടിലിന് വരുന്ന ഒരു കുപ്പിക്ക് വരുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് ടു എനേബിൾ ദ മാനേജ്മെൻറ്റ് റിയലൈസ് ആൻഡ് എസ്റ്റിമേറ്റഡ് 10% പ്രോഫിറ്റ് ഓൺ സെയിൽസ് പ്രൊസീഡ്സ് ഇൻ ഭൂട്ടാൻ. അതായത് സെയിൽസിൻ്റെ 10% നമ്മൾ പ്രോഫിറ്റ് വെക്കുന്നത്. സെയിൽസിൻ്റെ 10%. അതായത് നമ്മളിപ്പോൾ 100 രൂപക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ, സോ നമ്മൾ 100 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്കതിൽ 10 രൂപ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ അതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10% നമ്മൾ പ്രോഫിറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ബോട്ടിലിന് വരുന്ന ഒരു കുപ്പിക്ക് വരുന്ന സെയിൽ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ലെറ്റ്സ് നോക്കാം. സോ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ ഓഫ് ദി ആനുവൽ കോസ്റ്റ് ഇൻറ്റു വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ്. നമുക്ക് ആനുവൽ കോസ്റ്റിനെ വേരിയബിൾ ഫിക്സ്ഡിലേക്ക് നമുക്ക് മാറ്റാം. സോ ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ നമുക്ക് ടോട്ടൽ നമുക്ക് 2,10,000 ആണ്. സോ നമുക്ക് 100% നമുക്ക് എന്താണ് 100% നമുക്കതൊരു വേരിയബിളാണ്. യെസ്, അങ്ങനെയാണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ലേബർ അതേപോലെ തന്നെ ലേബർ നമുക്ക് 1,50,000 ആണ് ടോട്ടൽ. സോ നമുക്ക് പറഞ്ഞു നമുക്ക് 80% 1,50,000 80% എന്ന് പറയുന്നത് 1,20,000 30,000 20%. ഓക്കെ. സോ അതേപോലെ തന്നെ നമ്മൾ സെയിം തിങ് നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് 9,92,000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡിൻ്റെ 60% നമുക്ക് വേരിയബിൾ. സോ ഇറ്റ് വിൽ ബി ദ 60%, ഇറ്റ് വിൽ ബി ദ 40%. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് 40,000 ആണ്. സോ നമുക്കിവിടെ 35% നമുക്ക് വേരിയബിൾ, അതിന് ദെൻ 65% നമുക്ക് ഫിക്സ്ഡ്. യെസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ വേറൊന്ന് പറഞ്ഞു, നമുക്ക് സെല്ലിംഗ് ഓവർ ഹെഡ്. അതായത് സെല്ലിംഗ് ഓവർ ഹെഡ് അതായത് കമ്മീഷൻ. നമുക്ക് കമ്മീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 8% ഓഫ് ദി സെയിൽസിൻ്റെ 8% ആണ്. സോ ഇറ്റ് വിൽ ബി ദ നമുക്ക് പറഞ്ഞു നമ്മൾ വേരിയബിൾ ആയിരിക്കും. സോ നമ്മൾ വേരിയബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. 8% ഓഫ് ദി സെയിൽസ് വേരിയബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ദ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് 3,99,200 പ്ലസ് 8% ഓഫ് ദി സെയിൽസ്. അതായത് നമുക്ക് ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇതും കൂടി നമ്മൾ അതിനോടൊപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3,99,200 പ്ലസ് 8% ഓഫ് ദി സെയിൽസ്. അതുപോലെ തന്നെ നമുക്ക് ഫിക്സ്ഡിൻ്റെ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 92,800. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് ടോട്ടൽ നമുക്ക് എത്ര കിട്ടുമെന്ന് മനസ്സിലായി. യെസ്. ഫസ്റ്റ് നമുക്ക് റിക്വയർമെൻറ്റ് നമ്മൾ പറഞ്ഞു പെർ ബോട്ടിൽ നമുക്കൊരു കുപ്പിക്ക് വരുന്ന സെയിൽ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. യെസ്. ലെറ്റ്സ് റിക്കോർഡ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്കറിയില്ല. സോ നമുക്ക് എക്സ് എടുക്കാം. അറിയാത്തതിനെ നമ്മൾ എക്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. സോ നമുക്ക് 40,000 ബോട്ടിൽസ് ആണ്. നമ്മൾ എക്സ് ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതായത് ഒരു ബോട്ടിലെടുത്ത് സെല്ലിംഗ് പ്രൈസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 40,000 എക്സ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കമ്മീഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു സെയിൽസിൻ്റെ 8% ആണല്ലോ. സോ നമുക്ക് സെയിൽസ് എത്രയാണ്? സെയിൽസ് നമുക്ക് 40,000 എക്സ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. 40,000 എക്സ്. നെക്സ്റ്റ് 8% ചെയ്തതിനാൽ 3,200 എക്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസൈർഡ് പ്രോഫിറ്റിലേക്ക് വരുന്നാൽ സോ ഡിസൈർഡ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണ്? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണ്? 10% ഓഫ് ദി നമുക്ക് 40,000 എക്സ്. അതായത് സെയിൽസിൻ്റെ 10%. അതായത് 10% ഓഫ് ദി 40,000 എക്സ്. അതായത് 4,000 എക്സ് ആണ് നമുക്ക്. അതായത് 4,000 എക്സ് 4,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. സോ നമ്മൾ ഇത്രയും നമ്മൾ കിട്ടും. സോ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. യെസ്. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് സെയിൽസ് അറിയാം. മൈനസ് വേരിയബിൾ കോസ്റ്റിന് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. മൈനസ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ചെയ്തതിനാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്തോറും നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് നമ്മൾ റീകോൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാൻ നമ്മൾ വേറെ ടൈം കണ്ടെത്തണ്ട. സോ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോവുക. സോ നെക്സ്റ്റ് നമുക്ക്
നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസൈർഡ് പ്രോഫിറ്റ് 40,000 എക്സ് ആണ്. സോ 4,000 എക്സ് ആണ്. 40,000 എക്സ് ആണ് നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3,99,200 നേരത്തെ പറഞ്ഞു. പ്ലസ് നമ്മൾ 8% ഓഫ് ദി സെയിൽ 8 കമ്മീഷൻ എത്രയായിരുന്നു 8% ഓഫ് ദി സെയിൽസ്, അതായത് 3,200 എക്സ് മൈനസ് നമുക്ക് എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റ് 92,800. യെസ്. ഇത് നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ 4,000 എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. സോ 40,000 എക്സ് മൈനസ് നെക്സ്റ്റ് നമുക്ക് 3,99,200. സോ നെക്സ്റ്റ് നമുക്ക് പ്ലസ് 3,200 എക്സും, പക്ഷേ നമുക്കിവിടെ മൈനസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ മൈനസ് 3,200 എക്സ് മൈനസ് നെക്സ്റ്റ് മൈനസ് 92,800. ജസ്റ്റ് നമ്മൾ ബേസിക് മാത്സ് ആണ്, അതായത് അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് ഇടുന്നു ആ പരിപാടി തന്നെ. സോ ഇത് നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എടുക്കുക, ഞാൻ പറയുന്ന ഒരു മൈനസ് ചെയ്യാം. സോ 40,000 എക്സ്, സോ 40,000 എക്സ് മൈനസ് 4,000 എക്സ് മൈനസ് 40,000 എക്സ് പ്ലസ് 3,200 എക്സ് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് മൈനസ് 32,800 എക്സ്. ആര് ക്ലിയർ വിത്ത് ദിസ്? ആര് ക്ലിയർ ഗൈസ്? ഓക്കെ. സോ നെക്സ്റ്റ് അതുപോലെ തന്നെ 39,200. സോ 39,200 മൈനസ് 92,800 ഇസ് ഈക്വൽ ടു മൈനസ് 4,92,000 മൈനസ് 4,92,000. 3,99,200 മൈനസ് 92,800 ഇസ് ഈക്വൽ ടു മൈനസ് 4,92,000. സോ നമുക്ക് രണ്ട് ഭാഗത്തും നമുക്ക് മൈനസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ 32,800 എക്സ് ഇസ് ഈക്വൽ ടു 4,92,000. സോ 32,800 എക്സ് ഇസ് ഈക്വൽ ടു 4,92,000. ഓക്കെ. സോ അങ്ങനെയാണ് എക്സ് എന്ന് പറയുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് 4,92,000 ഡിവൈഡ് ബൈ 32,800 ഇസ് ഈക്വൽ ടു നമുക്ക് ₹50 കിട്ടും. എക്സ് എന്ന് പറയുന്നത് 50 കിട്ടും. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞു സെയിൽസിൻ്റെ 10% എനിക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ ഞാൻ എത്രയ്ക്ക് വിൽക്കണം? ഞാൻ വിൽക്കേണ്ടത് 15 രൂപയ്ക്ക്. ഒരു കുപ്പി ഒരു ബോട്ടിൽ ഞാൻ 15 രൂപയ്ക്ക് നമ്മൾ വിൽക്കണം. സോ ഇതാണ് പറയുന്നത്. ഡിസൈർഡ് സെല്ലിംഗ് പ്രൈസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ദി 10% ഓഫ് സെയിൽസ് ഈസ് 50. അതായത് നമ്മൾ സെയിൽസിൻ്റെ 10% നമ്മൾ സെയിൽസിൻ്റെ 10% നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സോ ഞാൻ എത്രയ്ക്ക് വിൽക്കണം? ഐ വിൽ സെൽ ദിസ് പെർ ബോട്ടിൽ. അതായത് ഓരോ ബോട്ടിലും ഞാൻ വിൽക്കേണ്ടത് 15 രൂപക്കാണ് ഞാൻ വിൽക്കേണ്ടത്. സോ ഇതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് റിക്വയർമെൻറ്റ് നമ്മൾ പാർട്ട് 2 നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് റിക്വയർമെൻറ്റ് പാർട്ട് 2 ഐ വിൽ അപ്ലോഡ് ദിസ്.